കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മത്സ്യ ഫിഷറീസിൽ നിന്നുള്ള നല്ല അടിപൊളി ടൈഗർ പ്രോൺസ് കൊണ്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് മാംഗ്ലൂരിയൻ സ്റ്റൈലിലുള്ള ഒരു പ്രോൺസ് ഗീ റോസ്റ്റ്. അപ്പൊ മത്സ്യ ഫിഷറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരുള്ള സ്ഥാപനമാണ്. അവര് മത്സ്യം നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി നമ്മുടെ വീടുകളിൽ പാക്ക് ചെയ്ത് എത്തിച്ചു തരുന്നതിന് പ്രത്യേകിച്ച് ചാർജസ് ഒന്നും ഈടാക്കുന്നില്ല. അപ്പൊ മത്സ്യ ഫിഷറീസിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ മാംഗ്ലൂരിയൻ ഘീ റോസ്റ്റ്, പ്രോൺസ് ഘീ റോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട. നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് പകരം കുറച്ച് ഗീ ഉപയോഗിച്ച് ചെയ്യുന്നു, ഒരു പ്രത്യേക ഫ്ലേവറാണ്. പിന്നെ മാംഗ്ലൂരിയൻ എന്ന് പറയുമ്പോൾ അതും ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടാണ് കേട്ടോ. നമ്മളെപ്പോഴും നമ്മുടെ ലിസ്പി കിച്ചണിൽ അതിനും ചെറിയൊരു ചേഞ്ച് വരുത്തുന്നത് വെച്ചാൽ നമ്മൾ നമ്മളുടേതായ മലയാളികളുടേതായ ഒരു ടേസ്റ്റിൽ നമ്മൾ അതിന് ചെറുതായിട്ട് മാറ്റം വരുത്തിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു അടിപൊളി സംഭവമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ട് ഇഷ്ടമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യാം. ഇതാണ് നമ്മുടെ ടൈഗർ പ്രോൺസ്. ഇപ്പൊ ഇതൊക്കെ ചെയ്ത്, അതായത് ക്ലീൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആ വെയിനൊക്കെ ഞാൻ വലിച്ചു കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊരു വൈറ്റ് കളറാണ്, അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ അത് വലുപ്പമുള്ള പ്രോൺസ് ആണ്. അത് കഴുകി വൃത്തിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യണം. അപ്പൊ പ്രോൺസ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറുനാരങ്ങയുടെ നീര് വേണം നമുക്ക്, 3 ടേബിൾ സ്പൂൺ തൈര്. അപ്പൊ പ്രോൺസ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ചെറുനാരങ്ങ എടുത്തത് പിഴിഞ്ഞു വയ്ക്കാം. അപ്പൊ മാംഗ്ലൂരിയൻ സ്റ്റൈലിൽ നിന്ന് വ്യത്യാസമുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞുതരാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തൈര്. അപ്പൊ ഈ തൈരിന് പകരം യോഗട്ട് ആയാലും കുഴപ്പമില്ല കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്. ഇതൊന്ന് കൈ കൊണ്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മുടെ പ്രോൺസ് ഗീ റോസ്റ്റിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസാലകളാണ്. ഈ മസാലകൾ എന്ന് പറഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവൻ മല്ലി, 1/2 ടീസ്പൂൺ ഉലുവ, 2 ടീസ്പൂൺ കുരുമുളക്, 1 പിഞ്ച് ജീരകം, നല്ല ജീരകം കേട്ടോ, 10 വറ്റൽമുളക്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മറ്റേ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നല്ലൊരു കളർ കിട്ടും. ഒരു തുടം വെളുത്തുള്ളി, ഇപ്പൊ ഏകദേശം ഒരു 10-12 വെളുത്തുള്ളി ഉണ്ടാവും കേട്ടോ ഇതില്. പിന്നെ ഒരു ടൊമാറ്റോ വേണം. പിന്നെ നമ്മൾ ഈ കറി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണയ്ക്ക് പകരം ഗീ ആണ് ഉപയോഗിക്കുന്നത്, നല്ല നെയ്യ്. അപ്പൊ ഇതിലും മാംഗ്ലൂരിയൻ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ മാറ്റമുള്ളത് ഞാൻ പറഞ്ഞുതരാം. മാംഗ്ലൂരിയൻ സ്റ്റൈലില് നമ്മൾ പ്രോൺസ് ഗീ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ 1 ടീസ്പൂൺ കടുക് അരച്ചു ചേർക്കും. പിന്നെ അതേമാതിരി ജീരകം വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ആക്കാം. അതുപോലെ നമ്മൾ ടൊമാറ്റോ പറഞ്ഞില്ലേ, ടൊമാറ്റോക്ക് പകരം ടമറിൻറ്റ്, അതായത് നമ്മുടെ വാളംപുളി, ഒരു ചെറിയ നെല്ലിക്കര വലിപ്പമുള്ള വാളംപുളി പിഴിഞ്ഞിട്ട് ചേർക്കാം. അപ്പൊ ഞാൻ വാളംപുളിയൊക്കെ മാറ്റിയിട്ട് നമ്മൾ ടൊമാറ്റോ, പിന്നെ നമ്മുടെ പുളി ഓൾറെഡി ഉണ്ട്, തൈരിന്റെയും അതുപോലെ ചെറുനാരങ്ങയും. അപ്പൊ പിന്നെ കൂടുതൽ പുളി വന്നു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ടൊമാറ്റോ എടുത്തു വെച്ചത് കേട്ടോ. നമ്മളിപ്പോ ചെയ്യാൻ പോണത് ഈ വെളുത്തുള്ളിയും ടൊമാറ്റോ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മസാലകളും ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാം. അപ്പൊ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മുളക്, കുരുമുളക്, ജീരകം, ഉലുവ, മുഴുവൻ മല്ലി, അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നന്നായി റോസ്റ്റ് ആയതുകൊണ്ട് ആ പൊട്ടി വന്നോളും. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൽ സവാള, ഇഞ്ചി അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അല്ലാണ്ട് തന്നെ അത്യാവശ്യം നല്ല ഒരു തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്.
നമ്മൾ ജസ്റ്റ് ഒന്നുകൂടിയും ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് കൂളാവാൻ വെക്കാം. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് കൂളാവണേ. അപ്പൊ ഈ എടുത്ത അളവില് ഇങ്ങനെ മസാല കുറച്ച് കൂടുതൽ പൊടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെമ്മീൻ കിട്ടുമ്പോൾ ഇപ്പൊ ചെറിയ ചെമ്മീൻ കൊണ്ട് ഉണ്ടാക്കാട്ടത് ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ചൂടാക്കണം പൊടിക്കണ നേരം ഒന്നും പോവില്ല, പെട്ടെന്ന് തന്നെ കുറെ നാള് ഷെൽഫിൽ ഇരിക്കും ചെയ്യും കേട്ടോ. ഇങ്ങനെ ഡ്രൈ ആയിട്ടല്ല നമ്മൾ പൊടിച്ചെടുക്കണം. നമുക്ക് മിക്സിയിലെ ഒരു കപ്പിലേക്ക് നമ്മുടെ വെളുത്തുള്ളി അതുപോലെ ടൊമാറ്റോ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വാളംപുളി ആണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ എടുത്ത് പിഴിഞ്ഞ് അതിന്റെ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഞാനിവിടെ ടൊമാറ്റോ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചേക്കണം മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഇത്തിരി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നേരത്തെ നമ്മുടെ മസാലകൾ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച ആ സെയിം പാനിൽ തന്നെ 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ഫ്ലെയിം മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് ഓരോ മിനിറ്റ് ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ആക്കിയെടുക്കാം കേട്ടോ. ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് കളർ മാറുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിത് ഫുള്ള് കുക്കാവണ്ട, നമുക്ക് ഇനിയും കുക്ക് ചെയ്യാനുള്ളതാണ്. നമ്മുടെ അരച്ച മസാല ഇതിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. നമുക്ക് ബാക്കിയുള്ള പ്രോൺസ് കൂടി ഇതുപോലെ ലൈറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കോരി മാറ്റി വെക്കാം കേട്ടോ. നമ്മുടെ സെയിം പാനിൽ തന്നെയാണ് നമ്മുടെ പ്രോൺസ് ഗീ റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഈ സെയിം പാനിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ കൂടി നെയ്യ് ഇതിട്ടിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ മസാല നമുക്ക് ആഡ് ചെയ്യാം. ഈ മസാല ഇതിൽ കിടന്നിട്ടേ നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. ഒന്ന് എണ്ണ തെളിഞ്ഞ് വരണം വരെ, അതായത് ഇതൊന്ന് ഈ മസാല ഇത്തിരി കൂടി ഒന്ന് ഡാർക്കായി വരും. ആ സമയം വരെ നമുക്കൊന്ന് വഴറ്റണം കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ മിക്സിയുടെ കപ്പും അതുപോലെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലേ പ്രോൺസ്, അപ്പൊ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു കപ്പ് വെള്ളത്തിൽ കഴുകി ഈ പാത്രത്തിൽ അതിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്ന് വഴന്നതിന് ശേഷം വേണം നമുക്ക് ഇതൊന്ന് ഒഴിച്ചിട്ട് തിളപ്പിക്കാം. ഈ മസാല നെയ്യിൽ കിടന്ന് ഇങ്ങനെ വഴന്ന് വരുമ്പോഴുള്ള മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു സ്മെല്ലാണ്. ഈ മസാലയിൽ എടുത്ത് കഴിക്കാൻ തോന്നും, അതുപോലെയാണ് ആ ഒരു സ്മെൽ. ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടാ. ഈ നമ്മുടെ മസാല ഇട്ടത് ഒന്നുകൂടി ഒന്ന് ഡാർക്കായി വന്നിട്ടുണ്ട്. ഇന്നിങ്ങനെ കൂടി വരും, അപ്പൊ നമുക്ക് മനസ്സിലാവും കേട്ടോ ആ മസാല നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ കഴുകി വെച്ച വെള്ളം അതൊന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കാശ്മീരി ചില്ലിയൊക്കെ ആണെങ്കിൽ നല്ല ഇങ്ങനെ ചുവപ്പ് കളറായിട്ടിരിക്കും. ഇതിപ്പോൾ അത് വേറൊരു ഷെയ്ഡിലാണ്.
അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കണ പ്രോൺസ് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു 4 മിനിറ്റ് കൂടി അത് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളൂ. ഒരു 4 മിനിറ്റ് കൂടി കുക്ക് ചെയ്തിട്ട് ഈ മസാലയൊക്കെ ഈ പ്രോൺസിൽ പിടിക്കണ പോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ നമ്മുടെ പ്രോൺസിൽ പിടിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്, നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫ്ലെയിം അപ്പൊ നമ്മുടെ അടിപൊളി പ്രോൺ ഗീ റോസ്റ്റ് റെഡിയായി. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ. അപ്പൊ ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അപ്പൊ അടുത്താണ് നമുക്കൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം. ബൈ. ഇഷ്ടം